നമസ്കാരം. നമ്മുടെ LGSന് വേണ്ടിയിട്ടുള്ള സിലബസ് കംപ്ലീഷൻ ചാലഞ്ചിൽ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത് കറണ്ട് അഫയേഴ്സ് ഭാഗത്തെ ഒരു 100 ചില്ലറയോളം ക്വസ്റ്റ്യൻസ് ആണ്. ഒന്നാമത്തെ ചോദ്യം ഇതാണ്: ടേബിൾ ടെന്നീസ് ലോക റാങ്കിങ്ങിൽ ആദ്യത്തെ 25-ലെത്തുന്ന ആദ്യത്തെ ഇന്ത്യൻ വനിതാ താരമാരാണ്? ടേബിൾ ടെന്നീസിൻ്റെ ലോക റാങ്കിങ്ങിൽ ആദ്യത്തെ 25-ലെത്തുന്ന ആദ്യത്തെ ഇന്ത്യൻ വനിതാ താരം ആരാ? ഓപ്ഷൻ സി ആണ്, മണിക ബത്രയാണ്. ഓർത്തു വെക്കുക, മണിക ബത്ര താഴെ തന്നിരിക്കുന്നതിൽ ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടതാണ് എന്ന് ചോദിച്ചാൽ ഏത് എഴുതണം? ടേബിൾ ടെന്നീസ്. വേറെ പ്രത്യേകത എന്താ? ടേബിൾ ടെന്നീസിൻ്റെ ലോക റാങ്കിങ്ങിൽ ആദ്യത്തെ 25-ലെത്തുന്ന ആദ്യത്തെ ഇന്ത്യൻ വനിതാ താരം കൂടിയാണ് ആര്? മണിക ബത്ര. രണ്ടാമത്തെ ചോദ്യം: കാൻഡിഡേറ്റ് ചെസ് കിരീടം നേടിയ ഇന്ത്യൻ വനിതാ താരമാരാണ്? കാൻഡിഡേറ്റ് ചെസ് കിരീടം നേടിയ ഇന്ത്യൻ താരം ആരാ? ഓപ്ഷൻ സി ആണ്, ഡി ഗുഗേഷ് ആണ്. മൂന്നാമത്തെ ചോദ്യം: 2024 മിസ് ടീൻ ഇന്റർനാഷണൽ ഇന്ത്യ കിരീടം നേടിയതാരാ? 2024 മിസ് ടീൻ ഇന്റർനാഷണൽ ഇന്ത്യ കിരീടം നേടിയത് ആരാ? ഓപ്ഷൻ ബി ആണ്, കെസിയ മെജോ. നാലാമത്തെ ചോദ്യം: IPL ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന പവർ പ്ലേ സ്കോർ നേടിയ ടീം ഏതാണ്? IPL ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന പവർ പ്ലേ സ്കോർ നേടിയ ടീം ഓപ്ഷൻ എ ആണ്, സൺറൈസേഴ്സ് ഹൈദരാബാദ് ആണ്. അഞ്ചാമത്തെ ചോദ്യം: 18ാം ലോക്സഭയിലേക്കുള്ള ആദ്യഘട്ട തിരഞ്ഞെടുപ്പ് നടന്നതെന്നാണ്? 18ാം ലോക്സഭയിലേക്കുള്ള ആദ്യഘട്ട തിരഞ്ഞെടുപ്പ് നടന്നത് എന്നായിരുന്നു? ഓപ്ഷൻ സി ആണ്, 2024 ഏപ്രിൽ 19 കേട്ടോ. 2024 ഏപ്രിൽ 19 ആറാമത്തെ ചോദ്യം: 2024 അന്താരാഷ്ട്ര ഭൗമദിനത്തിന്റെ പ്രമേയം എന്താണ്? 2024 അന്താരാഷ്ട്ര ഭൗമദിനത്തിന്റെ പ്രമേയം എന്താ? ഓപ്ഷൻ ബി ആണ്, പ്ലാനറ്റ് വേഴ്സസ് പ്ലാസ്റ്റിക് ആണ്. ഓപ്ഷൻ ബി, പ്ലാനറ്റ് വേഴ്സസ് പ്ലാസ്റ്റിക്. 2024 അന്താരാഷ്ട്ര ഭൗമദിനത്തിന്റെ പ്രമേയമാണെന്ത്? പ്ലാനറ്റ് വേഴ്സസ് പ്ലാസ്റ്റിക്. ഏഴാമത്തെ ചോദ്യം: 2024 കാൻഡിഡേറ്റ് ചെസ് വനിതാ വിഭാഗത്തിൽ 2ാം സ്ഥാനം നേടിയ ഇന്ത്യൻ താരമാരാണ്? 2024 കാൻഡിഡേറ്റ് ചെസ് വനിതാ വിഭാഗത്തിൽ 2ാം സ്ഥാനം നേടിയ വനിതയാരാണ്? ആരാ? ഓപ്ഷൻ എ ആണ്, കൊനേരു ഹംപി ആണ്. അപ്പൊ കൊനേരു ഹംപി ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടതാ? ചെസ് താരമാണ്. ഇന്ത്യൻ ചെസ് താരമാണ് ആര്? കൊനേരു ഹംപി. അപ്പൊ ഏത് കിരീടമാണ് നേടിയത്? 2024 കാൻഡിഡേറ്റ് ചെസ് വനിതാ വിഭാഗത്തിൽ 2ാം സ്ഥാനം നേടിയ ഇന്ത്യൻ താരം കൂടിയാണ് ആര്? കൊനേരു ഹംപി. എട്ടാമത്തെ ചോദ്യം: 2024 ഏപ്രിൽ ഇന്ത്യയിൽ നിന്നും ബ്രാഹ്മോസ് മിസൈൽ വാങ്ങിയ രാജ്യം ഏതാണ്? 2024 ഏപ്രിൽ ഇന്ത്യയിൽ നിന്ന് ബ്രാഹ്മോസ് മിസൈൽ വാങ്ങിയ രാജ്യം ഏതാ? ഓപ്ഷൻ ബി ആണ്, ഫിലിപ്പീൻസ് ആണ്. 2024 ഇന്ത്യയിൽ നിന്ന് ബ്രാഹ്മോസ് മിസൈൽ വാങ്ങിയ രാജ്യമാണ് ഏത്? ഫിലിപ്പീൻസ്. ഒൻപതാമത്തെ ചോദ്യം: 2024 ലോറസ് സ്പോർട്സ് അവാർഡ്സിൽ മികച്ച പുരുഷ താരമായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടതാരാണ്? 2024 ലോറസ് സ്പോർട്സ് അവാർഡ്സിൽ മികച്ച പുരുഷ താരമായിട്ട് തിരഞ്ഞെടുത്തത് ആരെയായിരുന്നു? നൊവാക് ജോക്കോവിച്ച് ആണ്. ഓപ്ഷൻ സി ആണ്, നൊവാക് ജോക്കോവിച്ച് ആണ്. 2024 ലോറസ് സ്പോർട്സ് അവാർഡ്സിൽ മികച്ച പുരുഷ താരമാരാ? നൊവാക് ജോക്കോവിച്ച് ആണ്. പത്താമത്തെ ചോദ്യം: IPL 200 വിക്കറ്റുകൾ നേടുന്ന ആദ്യത്തെ ബൗളർ ആരാണ്? IPL 200 വിക്കറ്റുകൾ നേടിയ ആദ്യത്തെ ബൗളർ ആരാ? യുവചേന്ദ്ര ചഹൽ ആണ്. ഓപ്ഷൻ സി ആണ്, യുവചേന്ദ്ര ചഹൽ ആണ്. 11ാമത്തെ ചോദ്യം: വെള്ളത്തിൽ നിന്ന് മൈക്രോ പ്ലാസ്റ്റിക് നീക്കം ചെയ്യുന്നതിനായിട്ട് പ്രത്യേക ഹൈഡ്രോജെൽ വികസിപ്പിച്ച സ്ഥാപനം ഏതാണ്? വെള്ളത്തിൽ നിന്ന് മൈക്രോ പ്ലാസ്റ്റിക് നീക്കം ചെയ്യുന്നതിനായിട്ട് പ്രത്യേക ഹൈഡ്രോജെൽ വികസിപ്പിച്ച സ്ഥാപനം ഏതാ? ഓപ്ഷൻ സി ആണ്, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ബംഗളൂരു ആണ്. വെള്ളത്തിൽ നിന്ന് മൈക്രോ പ്ലാസ്റ്റിക് നീക്കം ചെയ്യാനായിട്ട് പ്രത്യേക ഹൈഡ്രോജെൽ വികസിപ്പിച്ച സ്ഥാപനമാണ് ഏത്? ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ബംഗളൂരു. 12ാമത്തെ ചോദ്യം: 2024 ഏപ്രിൽ കായിക രംഗത്ത് നിന്നും വിരമിക്കൽ പ്രഖ്യാപിച്ച ഇന്ത്യൻ സ്ക്വാഷ് താരമാരാണ്? 2024 ഏപ്രിൽ മാസത്തിൽ കായിക രംഗത്ത് നിന്ന് വിരമിക്കൽ പ്രഖ്യാപിച്ച ഇന്ത്യൻ സ്ക്വാഷ് താരം ആരാ? ഓപ്ഷൻ ഡി ആണ്, സൗരവ് ഘോഷാൽ ആണ്. 2024 ഏപ്രിൽ കായിക രംഗത്ത് നിന്നും വിരമിക്കൽ പ്രഖ്യാപിച്ച ഇന്ത്യൻ സ്ക്വാഷ് താരമാണ് ആര്? സൗരവ് ഘോഷാൽ. ഇനി 13ാമത്തെ ചോദ്യം: ഊർജ്ജ പ്രതിസന്ധി രൂക്ഷമായതിനെ തുടർന്ന് 2024 ഏപ്രിൽ മാസത്തിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച ലാറ്റിൻ അമേരിക്കൻ രാജ്യം ഏതാണ്? ഊർജ്ജ പ്രതിസന്ധിയെ തുടർന്ന് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച ലാറ്റിൻ അമേരിക്കൻ രാജ്യം
ഓപ്ഷൻ ബി ആണ് ഇക്വഡോർ ആണ്. 2024 ഊർജ്ജ പ്രതിസന്ധിയെ തുടർന്ന് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച രാജ്യമാണ് ഇത്, ഇക്വഡോർ. 14ാമത്തെ ചോദ്യം, 2024 അണ്ടർ-20 ഏഷ്യൻ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിന് വേദിയായത് എവിടെയാണ്? 2024 അണ്ടർ-20 ഏഷ്യൻ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിന് വേദി എവിടെയായിരുന്നു? ഓപ്ഷൻ ബി ആണ്, ദുബായിലായിരുന്നു കേട്ടോ. ദുബായിലായിരുന്നു നടന്നത്. 2024 അണ്ടർ-20 ഏഷ്യൻ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പ് എവിടെയാ? ദുബായിലാണ്. 15ാമത്തെ ചോദ്യം, 2024 ഏപ്രിൽ മാസത്തിൽ പൊട്ടിത്തെറിച്ച റുവാങ് അഗ്നിപർവ്വതം ഏത് രാജ്യത്താണ്? 2024 ഏപ്രിൽ മാസത്തിൽ പൊട്ടിത്തെറിച്ച റുവാങ് അഗ്നിപർവ്വതം ഏത് രാജ്യത്താണ്? ഏത് രാജ്യത്തായിരുന്നു? ഇന്തോനേഷ്യയിലാണ് കേട്ടോ. റുവാങ് അഗ്നിപർവ്വതം ഏത് രാജ്യത്താണ്? ഇന്തോനേഷ്യയിലാണ്. 16ാമത്തെ ചോദ്യം, വേൾഡ് മെറ്റീരിയോളജിക്കൽ ഓർഗനൈസേഷന്റെ റിപ്പോർട്ട് പ്രകാരം 2023 ഏറ്റവും കൂടുതൽ പ്രകൃതി ദുരന്തം ബാധിച്ച മേഖല ഏതാണ്? അല്ലെങ്കിൽ ഒരു വൻകര ഏതാണ്? വേൾഡ് മെറ്റീരിയോളജിക്കൽ ഓർഗനൈസേഷന്റെ റിപ്പോർട്ട് പ്രകാരം 2023 ഏറ്റവും കൂടുതൽ പ്രകൃതി ദുരന്തം ബാധിച്ച മേഖല എവിടെയായിരുന്നു? ഏഷ്യയിലാട്ടോ. നമ്മളൊക്കെ ഉൾപ്പെടുന്ന ഏഷ്യ വൻകരയിലാണ്. 17ാമത്തെ ചോദ്യം, 2024 ഏപ്രിൽ മാസത്തിൽ അന്തരിച്ച ഇന്ത്യൻ സൈക്കോ അനാലിസിസിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന വ്യക്തി ആരാണ്? 2024 ഏപ്രിൽ മാസത്തിൽ അന്തരിച്ച ഇന്ത്യൻ സൈക്കോ അനാലിസിസിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന വ്യക്തി ആരാണ്? ആരാ? സുധീർ കാക്കർ ആണ്. ഓപ്ഷൻ എ ആണ്, സുധീർ കാക്കർ ആണ്. 2024 ഏപ്രിൽ മാസത്തിൽ അന്തരിച്ച ഇന്ത്യൻ സൈക്കോ അനാലിസിസിന്റെ പിതാവ്. ഇന്ത്യൻ സൈക്കോ അനാലിസിസിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് ആര്? സുധീർ കാക്കർ. 18ാമത്തെ ചോദ്യം, ഡേറ്റ വിനിമയത്തിൽ ലോകത്തിലെ ഏറ്റവും വലിയ മൊബൈൽ സേവന കമ്പനിയായ ഇന്ത്യൻ കമ്പനി ഏതാണ്? ഡേറ്റ വിനിമയത്തിൽ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ മൊബൈൽ സേവന കമ്പനിയായ ഇന്ത്യൻ കമ്പനി ഏതാണ്? ഏതാ? ഓപ്ഷൻ സി ആണ്, റിലയൻസ് ജിയോയാണ്. റിലയൻസ് ജിയോയാണ്. 19ാമത്തെ ചോദ്യം, യന്ത്ര തകരാറ് പരിഹരിച്ച് ഭൂമിയിലേക്ക് വീണ്ടും സന്ദേശം അയച്ച ഭൂമിയിൽ നിന്ന് ഏറ്റവും അകലെ സ്ഥിതി ചെയ്യുന്ന മനുഷ്യനിർമ്മിത വസ്തു ഏതാണ്? അല്ലെങ്കിൽ പേടകം ഏതാണ്? യന്ത്ര തകരാറ് പരിഹരിച്ചിട്ട് ഭൂമിയിലേക്ക് വീണ്ടും സന്ദേശം അയച്ച ഭൂമിയിൽ നിന്നും ഏറ്റവും അകലെ സ്ഥിതി ചെയ്യുന്ന മനുഷ്യനിർമ്മിത വസ്തു ഏതാണ്? ഏതാ? ഓപ്ഷൻ ഡി ആണ്, വോയോജർ 1 പേടകമാണ്. ഓപ്ഷൻ ഡി ആണ്, വോയോജർ 1 പേടകമാണ്. ഇനി 2024 ഏപ്രിൽ മാസത്തിൽ കോഴിക്കോട് ജില്ലയിലെ ബേപ്പൂർ തുറമുഖത്തെത്തിയ വിദേശ വിനോദസഞ്ചാര കപ്പൽ ഏതാണ്? 2024 ഏപ്രിൽ മാസത്തിൽ കോഴിക്കോട് ജില്ലയിലെ ബേപ്പൂർ തുറമുഖത്തെത്തിയ വിദേശ വിനോദസഞ്ചാര കപ്പൽ ഏതാണ്? ഓപ്ഷൻ എ ആണ്, ലോഹൻകെ ആണ്. ഓപ്ഷൻ എ ലോഹൻകെ ആണ്. അപ്പോൾ കോഴിക്കോട് ജില്ലയിലെ ബേപ്പൂർ തുറമുഖത്തെത്തിയ വിദേശ വിനോദസഞ്ചാര കപ്പലാണ് ഇത്, ലോഹൻക. 21ാമത്തെ ചോദ്യം, 2024 ഏപ്രിൽ കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ വിശിഷ്ടാംഗത്വം രാജിവെച്ച മലയാള സാഹിത്യകാരൻ ആരാണ്? 2024 ഏപ്രിൽ മാസത്തിൽ കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ വിശിഷ്ടാംഗത്വം രാജിവെച്ച മലയാള സാഹിത്യകാരൻ ആരാണ്? ആരായിരുന്നു? ഓപ്ഷൻ സി ആണ്, സി രാധാകൃഷ്ണനാണ്. സി രാധാകൃഷ്ണനാണ്. 22ാമത്തെ ചോദ്യം, മൈക്രോസോഫ്റ്റും ഓപ്പൺ എഐയും ചേർന്ന് നിർമ്മിക്കാൻ ഒരുങ്ങുന്ന എഐ സൂപ്പർ കമ്പ്യൂട്ടർ ഏതാണ്? മൈക്രോസോഫ്റ്റും ഓപ്പൺ എഐയും ചേർന്ന് നിർമ്മിക്കാൻ ഒരുങ്ങുന്ന എഐ സൂപ്പർ കമ്പ്യൂട്ടർ ഏതാണ്? ഓപ്ഷൻ എ ആണ്, സ്റ്റാർഗേറ്റ് ആണ്. സ്റ്റാർഗേറ്റ് ആണ്. മൈക്രോസോഫ്റ്റും ഓപ്പൺ എഐയും ചേർന്നിട്ട് നിർമ്മിക്കാൻ ഒരുങ്ങുന്ന എഐ സൂപ്പർ കമ്പ്യൂട്ടറാണ് ഇത്, സ്റ്റാർഗേറ്റ്. 23ാമത്തെ ചോദ്യം, യുണൈറ്റഡ് നാഷൻസ് ഓഫീസ് ഫോർ ഡിസാസ്റ്റർ റിസ്ക് റിഡക്ഷൻ അതായത് UNDRRന്റെ അസിസ്റ്റന്റ് സെക്രട്ടറി ജനറലായിട്ട് നിയമിതനായ വ്യക്തി ആരാണ്? UNDRRന്റെ അസിസ്റ്റന്റ് സെക്രട്ടറി ജനറലായിട്ട് നിയമിതനായ വ്യക്തി ഓപ്ഷൻ സി ആണ്, കമൽ കിഷോർ ആണ്. കമൽ കിഷോർ ആണ്. 24 പരംവീർ ചക്ര ഗാർഡൻ സ്ഥാപിതമായത് എവിടെയാണ്? പരംവീർ ചക്ര ഗാർഡൻ സ്ഥാപിതമായത് എവിടെയാണ്? എവിടെയാ? ഓപ്ഷൻ ഡി ആണ്, തമിഴ്നാട്ടിലാണ്. പരംവീർ ചക്ര ഗാർഡൻ സ്ഥാപിതമായത് എവിടെയാ? തമിഴ്നാട്ടിലാണ്. 25ാമത്തെ ചോദ്യം, 2024 ഏപ്രിൽ മാസത്തിൽ മാലിദ്വീപിൽ വെച്ച് നടന്ന ദോസ്തി 16 ഏതാ? ദോസ്തി 16 കോസ്റ്റ് ഗാർഡ് എക്സസൈസിൽ പങ്കെടുത്ത രാജ്യങ്ങൾ ഏതൊക്കെയാണ്? 2024 ഏപ്രിൽ മാസത്തിൽ മാലിദ്വീപിൽ വെച്ച് നടന്ന ദോസ്തി 16 കോസ്റ്റ് ഗാർഡ് എക്സസൈസിൽ പങ്കെടുത്ത രാജ്യങ്ങൾ ഏതൊക്കെയാണ്?
ഏതൊക്കെയാ? ഇന്ത്യ, ശ്രീലങ്ക, മാലിദ്വീപ് ആണ്. ഇന്ത്യ, ശ്രീലങ്ക, മാലിദ്വീപ്. അപ്പോൾ എവിടെ വെച്ചിട്ടാണ് നടന്നത്? മാലിദ്വീപിൽ വെച്ചിട്ട്. ഏത് മാസം? 2024 ഏപ്രിൽ മാസത്തിൽ. ഏത് പേരിൽ അറിയപ്പെടുന്നത്? ദോസ്തി 16 കേട്ടോ. ദോസ്തി 16 എന്ന പേരിൽ കോസ്റ്റ് ഗാർഡ് നടത്തിയ എക്സസൈസ് ആണ് ഏത്? ദോസ്തി 16. പങ്കെടുത്ത രാജ്യങ്ങൾ ഓർത്തുവെക്കുക: ഇന്ത്യ, ശ്രീലങ്ക, മാലിദ്വീപ്. 26ാമത്തെ ചോദ്യം, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ 90ാം വാർഷികത്തോടനുബന്ധിച്ചിട്ട് പുറത്തിറക്കിയ നാണയം ഏതാണ്? റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ 90ാം വാർഷികത്തോടനുബന്ധിച്ചിട്ട് പുറത്തിറക്കുന്ന നാണയം ഏതാണ്? ഏതാ? 90 രൂപയുടെ നാണയമാണ്. ഓപ്ഷൻ ബി ആണ്, 90 രൂപയുടെ നാണയമാണ്. 27, പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ പ്രിൻസിപ്പൽ ജനറലായിട്ട് നിയമിതനായത് ആരാണ്? പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ പ്രിൻസിപ്പൽ ഡയറക്ടർ ജനറലായിട്ട് നിയമിതനായത് ആരാണ്? ഓപ്ഷൻ ഡി ആണ്, ഷെയ്ഫാലി ശരൺ ആണ്. ഓപ്ഷൻ ഡി, ഷെയ്ഫാലി ശരൺ. പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ പ്രിൻസിപ്പൽ ഡയറക്ടർ ജനറൽ ആയിട്ട് നിയമിതനായ വ്യക്തി ചോദിച്ചാൽ ആരാ? ഷെയ്ഫാലി ശരൺ ആണ്. 28, ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ ദാരിദ്ര്യ നിർമ്മാർജ്ജന നഗരസഭയാകാൻ പോകുന്ന നഗരസഭ ഏതാണ്? ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ ദാരിദ്ര്യ നിർമ്മാർജ്ജന നഗരസഭയാകാൻ പോകുന്നത് ഏതാ? ഓപ്ഷൻ എ ആണ്, കൊട്ടാരക്കര നഗരസഭയാണ്. 29, 2024 ഏപ്രിൽ മാസത്തിൽ റിക്ടർ സ്കെയിലിൽ 7.4 7.4 തീവ്രത രേഖപ്പെടുത്തിയ ഭൂകമ്പമുണ്ടായ ഏഷ്യൻ രാജ്യം ഏതാണ്? 2024 ഏപ്രിൽ മാസത്തിൽ റിക്ടർ സ്കെയിലിൽ 7.4 ഓർത്തുക്കോ 7.4 തീവ്രത രേഖപ്പെടുത്തിയ ഭൂകമ്പമുണ്ടായ ഏഷ്യൻ രാജ്യം ഓപ്ഷൻ എ ആണ്, തായ്വാൻ ആണ്. ഓപ്ഷൻ എ ആണ്, തായ്വാന്. 30ാമത്തെ ചോദ്യം, ഖത്തർ ടോപ്പ് ലീഗ് ഫുട്ബോളിൽ കളിക്കുന്ന ആദ്യത്തെ ഇന്ത്യക്കാരൻ ആരാണ്? ഖത്തർ ടോപ്പ് ലീഗ് ഫുട്ബോളിൽ കളിക്കുന്ന ആദ്യത്തെ ഇന്ത്യക്കാരനാണ്. ഓപ്ഷൻ സി, തഹസിൻ മുഹമ്മദ് ജംഷീദ്. തഹസിൻ മുഹമ്മദ് ജംഷീദ്. 31, പ്ലൂട്ടോയെ സംസ്ഥാന ഗ്രഹമായിട്ട് പ്രഖ്യാപിച്ച അമേരിക്കൻ സംസ്ഥാനം ഏതാണ്? പ്ലൂട്ടോയെ സംസ്ഥാന ഗ്രഹമായിട്ട് പ്രഖ്യാപിച്ച അമേരിക്കൻ സംസ്ഥാനമാണ്. ഓപ്ഷൻ സി, അരിസോണ. 32, 2024 ഏപ്രിൽ മാസത്തിൽ പൊട്ടിത്തെറിച്ച റുവാങ് അഗ്നിപർവ്വതം ഏതാ? റുവാങ് അഗ്നിപർവ്വതം ഏത് രാജ്യത്താണ്? റുവാങ് അഗ്നിപർവ്വതം ഏത് രാജ്യത്താ? ഓപ്ഷൻ ഡി, ഇന്തോനേഷ്യയിലാണ്. ഇന്തോനേഷ്യയിലാണ്. 33, 2024 വേൾഡ് പ്രസ് ഫോട്ടോ അവാർഡിന് അർഹനായ വ്യക്തി ആരാണ്? 2024 വേൾഡ് പ്രസ് ഫോട്ടോ അവാർഡിന് അർഹനായ വ്യക്തി ആരാണ്? ഓപ്ഷൻ സി ആണ്, മുഹമ്മദ് സലേമാണ് കേട്ടോ. മുഹമ്മദ് സലേമാണ്. 34, 2024 ഏപ്രിൽ ഇന്ത്യയിൽ നിന്നുള്ള യാത്രക്കാർക്ക് ഇ വിസ അനുവദിച്ച രാജ്യം ഏതാണ്? 2024 ഏപ്രിൽ ഇന്ത്യയിൽ നിന്നുള്ള യാത്രക്കാർക്ക് ഇ വിസ അനുവദിച്ച രാജ്യം ഏതാണ്? ഓപ്ഷൻ ബി ആണ്, ജപ്പാനാണ് കേട്ടോ. ജപ്പാനാണ്. 35, പാരീസ് ഒളിമ്പിക്സിന് മുന്നോടിയായിക്കൊണ്ട് ഒളിമ്പിക് ദീപശിഖ തെളിയിച്ച ഗ്രീക്ക് നടി ആരാണ്? പാരീസ് ഒളിമ്പിക്സിന് മുന്നോടിയായിക്കൊണ്ട് ഒളിമ്പിക് ദീപശിഖ തെളിയിച്ച ഗ്രീക്ക് നടി ആരാണ്? ആരാ? ഓപ്ഷൻ ബി ആണ്, മേരി നിനയാണ്. മേരി നിനയാണ്. 36, 2024 ഏപ്രിൽ മാസത്തിൽ ഇന്ത്യ വിജയകരമായിട്ട് പരീക്ഷിച്ച തദ്ദേശീയ നിർമ്മിത ദീർഘദൂര ക്രൂയിസ് മിസൈൽ ഏതാണ്? 2024 ഏപ്രിൽ മാസത്തിൽ ഇന്ത്യ വിജയകരമായിട്ട് പരീക്ഷിച്ച തദ്ദേശീയ നിർമ്മിത ദീർഘദൂര ക്രൂയിസ് മിസൈല് ഓപ്ഷൻ ഡി ആണ്, നിർഭയാണ്. നിർഭയാണ്. 37, അടുത്തിടെ പക്ഷിപ്പനിയുടെ H5N1 വകഭേദം റിപ്പോർട്ട് ചെയ്ത രാജ്യം ഏതാണ്? അടുത്തിടെ പക്ഷിപ്പനിയുടെ H5N1 വകഭേദം റിപ്പോർട്ട് ചെയ്ത രാജ്യം ഏതാണ്? ഓപ്ഷൻ എ ആണ്, അമേരിക്കയാണ്. അടുത്തിടെ പക്ഷിപ്പനിയുടെ H5N1 വകഭേദം റിപ്പോർട്ട് ചെയ്ത രാജ്യമാണ് ഏത്? അമേരിക്ക. 38ാമത്തെ ചോദ്യം, 2024 ഏപ്രിൽ മാസത്തിൽ അന്തരിച്ച കേരള ക്രിക്കറ്റിന്റെ വളർച്ചയിൽ സുപ്രധാന പങ്കുവഹിച്ച ക്രിക്കറ്റ് താരമാരാണ്? 2024 ഏപ്രിൽ മാസത്തിൽ അന്തരിച്ച കേരള ക്രിക്കറ്റിന്റെ വളർച്ചയിൽ സുപ്രധാന പങ്കുവഹിച്ച ക്രിക്കറ്റ് താരം ആരാ? ഓപ്ഷൻ ഡി ആണ്, പി രവിയച്ചൻ ആണ്. പി രവിയച്ചൻ. അപ്പൊ പി രവിയച്ചൻ താഴെ തന്നിരിക്കുന്നതിൽ ഏത് കായികനുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് വെച്ചാൽ ഏതാ? ക്രിക്കറ്റ് ആണ്. 2024 ഏപ്രിലിൽ പക്ഷിപ്പനിയുടെ H5N1 വകഭേദം റിപ്പോർട്ട് ചെയ്ത രാജ്യം അമേരിക്ക നമ്മൾ പറഞ്ഞു. 40ാമത്തെ ചോദ്യം, പുരുഷ ടെന്നീസ് റാങ്കിങ്ങിൽ ഒന്നാമതെത്തുന്ന ഏറ്റവും പ്രായം കൂടിയ താരമാരാണ്? പുരുഷ ടെന്നീസ് റാങ്കിങ്ങിൽ ഒന്നാമതെത്തുന്ന ഏറ്റവും പ്രായം കൂടിയ താരം ആരാ? ഓപ്ഷൻ എ ആണ്, നൊവാക്ക് ജോക്കോവിച്ച് ആണ്. അല്ലെ, നൊവാക്ക് ജോക്കോവിച്ച് ആണ്. 41ാമത്തെ ചോദ്യം, 2024 ആരോഗ്യ ദിനത്തിന്റെ പ്രമേയം എന്താണ്? 2024 ആരോഗ്യ ദിനത്തിന്റെ പ്രമേയം
ഓപ്ഷൻ ഡി ആണ് എൻ്റെ ആരോഗ്യം എൻ്റെ അവകാശം. എൻ്റെ ആരോഗ്യം എൻ്റെ അവകാശം. 2024 ആരോഗ്യ ദിനത്തിന്റെ പ്രമേയം, ആരോഗ്യ ദിനം എന്ന ലോക ആരോഗ്യ ദിനം ഏപ്രിൽ 7 ആണ്, ഏപ്രിൽ 7 ആണ്. അതിന്റെ പ്രമേയമാണെന്ത്? എൻ്റെ ആരോഗ്യം എൻ്റെ അവകാശം. 42ാമത്തെ ചോദ്യം, ഒന്നാമത് ഇന്നസെന്റ് പുരസ്കാരത്തിന് അർഹനായ വ്യക്തി ആരാണ്? ഒന്നാമത് ഇന്നസെന്റ് പുരസ്കാരത്തിന് അർഹനായ വ്യക്തി ഓപ്ഷൻ സി ആണ് ഇടവേള ബാബു ആണ്. ഇടവേള ബാബു ആണ് ഒന്നാമത് ഇന്നസെന്റ് പുരസ്കാരത്തിന് അർഹനായ വ്യക്തി ആരാ? ഇടവേള ബാബു ആണ്. 43 പരിക്കിനെ തുടർന്ന് പാരീസ് ഒളിമ്പിക്സിൽ നിന്നും പിന്മാറിയ മലയാളി അത്ലറ്റ് ആരായിരുന്നു? പരിക്കിനെ തുടർന്ന് പാരീസ് ഒളിമ്പിക്സിൽ നിന്നും പിന്മാറിയ മലയാളി അത്ലറ്റ് ആരായിരുന്നു? ഓപ്ഷൻ സി മുരളി ശ്രീശങ്കർ ആയിരുന്നു അല്ലെ. ഓപ്ഷൻ സി മുരളി ശ്രീശങ്കർ. 44 2024 ദൃശ്യമായ ആദ്യത്തെ സമ്പൂർണ്ണ സൂര്യഗ്രഹണം ഏതാണ്? 2024 ദൃശ്യമായ ആദ്യത്തെ സമ്പൂർണ്ണ സൂര്യഗ്രഹണം ഏതാണ്? എന്നായിരുന്നു? 2024 ഏപ്രിൽ 8 ഓപ്ഷൻ ബി ആണ്. 2024 ഏപ്രിൽ 8 45ാമത്തെ ചോദ്യം, 2024 ഏപ്രിൽ മാസത്തിൽ 3 ബഹിരാകാശ യാത്രികരെ ഭൂമിയിൽ തിരിച്ചെത്തിച്ച റഷ്യൻ ബഹിരാകാശ വാഹനം ഏതാണ്? 2024 ഏപ്രിൽ മാസത്തിൽ 3 ബഹിരാകാശ യാത്രികരെ ഭൂമിയിൽ തിരിച്ചെത്തിച്ച റഷ്യൻ ബഹിരാകാശ വാഹനം ഏതാണ്? ഏതാ? ഓപ്ഷൻ എ ആണ് സോയൂസ് MS-24 ആണ്. സോയൂസ് MS-24. ക്വസ്റ്റ്യൻ ഓർത്ത് വെക്കുക. 2024 ഏപ്രിൽ മാസത്തിൽ 3 ബഹിരാകാശ യാത്രികരെ ഭൂമിയിൽ തിരിച്ചെത്തിച്ച റഷ്യൻ ബഹിരാകാശ വാഹനമാണിത്, സോയൂസ് MS-24. 46ാമത്തെ ചോദ്യം, 2024 ഫോർമുല 1 ജാപ്പനീസ് ഗ്രാൻഡ് പ്രി കിരീടം നേടിയ ആരാണ്? 2024 ഫോർമുല 1 ജാപ്പനീസ് ഗ്രാൻഡ് പ്രി കിരീടം നേടിയതാരാണ്? ഓപ്ഷൻ എ ആണ് മാക്സ് വെസ്തപ്പൻ ആണ്. മാക്സ് വെസ്തപ്പൻ ആണ്. 47 ഓപ്പൺ AI-യുടെ ഇന്ത്യയിലെ ആദ്യത്തെ ജീവനക്കാരി ആരാണ്? ഓപ്പൺ AI-യുടെ ഇന്ത്യയിലെ ആദ്യത്തെ ജീവനക്കാരി ഓപ്ഷൻ ബി ആണ് പ്രഗ്യ മിശ്രയാണ്. ഓപ്ഷൻ ബി പ്രഗ്യ മിശ്ര. ഓപ്പൺ AI-യുടെ ഇന്ത്യയിലെ ആദ്യത്തെ ജീവനക്കാരിയാണ് ആര്? പ്രഗ്യ മിശ്ര. 48ാമത്തെ ചോദ്യം, 2024 ഏപ്രിൽ ഫോസിലിന്റെ പഠനത്തിലൂടെ ഗവേഷകർ തിരിച്ചറിഞ്ഞ ലോകത്തിലെ ഏറ്റവും വലിയ പാമ്പ് ഏതാണ്? 2024 ഏപ്രിൽ ഫോസിലിന്റെ പഠനത്തിലൂടെ ഗവേഷകർ തിരിച്ചറിഞ്ഞ ലോകത്തിലെ ഏറ്റവും വലിയ പാമ്പ് ഏതാണ്? ഓപ്ഷൻ എ ആണ് വസുക്കി ഇൻഡിക്കസ് ആണ്. ഓപ്ഷൻ എ വസുക്കി ഇൻഡിക്കസ് ആണ്. 49 പോലീസുകാരുടെ മാനസിക പിരിമുറുക്കത്തിന് പരിഹാരം കാണാനും കൗൺസിലിംഗിലുമായിട്ട് ആരംഭിച്ച പദ്ധതിയുടെ പേരെന്താണ്? പോലീസുകാരുടെ മാനസിക പിരിമുറുക്കത്തിന് പരിഹാരം കാണാനും കൗൺസിലിംഗിനുമായി ആരംഭിച്ച പദ്ധതിയുടെ പേരെന്താണ്? ഓപ്ഷൻ സി ആണ് ഹെൽപ്പ് ആൻഡ് അസിസ്റ്റൻസ് ടു ടാക്കിൾ സ്ട്രെസ് ആണ്. ഹെൽപ്പ് ആൻഡ് അസിസ്റ്റൻസ് ടു ടാക്കിൾ സ്ട്രെസ്. 50ാമത്തെ ചോദ്യം, NSGയുടെ ഡയറക്ടർ ജനറൽ ആയിട്ട് നിയമിതനായ വ്യക്തി ആരാണ്? NSGയുടെ ഡയറക്ടർ ജനറൽ ആയിട്ട് നിയമിതനായ വ്യക്തി ഓപ്ഷൻ എ ആണ് നളിൻ പ്രഭാത് ആണ്. ഓപ്ഷൻ എ നളിൻ പ്രഭാത്. NSGയുടെ നാഷണൽ സെക്യൂരിറ്റി ഗാർഡിന്റെ ഡയറക്ടർ ജനറൽ ആണ് ആര്? നളിൻ പ്രഭാത്. 51 2024 ഏപ്രിൽ മാസത്തിൽ ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് അക്വാട്ടിക് സെന്റർ ഉദ്ഘാടനം ചെയ്തത് എവിടെയാണ്? 2024 ഏപ്രിൽ മാസത്തിൽ ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് അക്വാട്ടിക് സെന്റർ ഉദ്ഘാടനം ചെയ്തത് ഓപ്ഷൻ സി ആണ് രാമേശ്വരത്താണ്. രാമേശ്വരം. 52 2024 ഏപ്രിൽ റഷ്യ ആക്രമിച്ച ഉക്രൈനിലെ ന്യൂക്ലിയർ പവർ പ്ലാന്റ് ഏതാണ്? 2024 ഏപ്രിൽ റഷ്യ ആക്രമിച്ച ഉക്രൈനിലെ ന്യൂക്ലിയർ പവർ പ്ലാന്റ് ഏതാണ്? ഓപ്ഷൻ എ ആണ് സാപ്പോറിഷ്യ ആണ്. ഓപ്ഷൻ സി ആണ് ഓപ്ഷൻ സി ആണ് സാപ്പോറിഷ്യ. 2024 ഏപ്രിൽ റഷ്യ ആക്രമിച്ച ഉക്രൈനിലെ ന്യൂക്ലിയർ പവർ പ്ലാന്റ് ആണ് ഇത്, സാപ്പോറിഷ്യ. 53 ലോകത്തിലെ ആദ്യത്തെ AI സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആരാണ്? ലോകത്തിലെ ആദ്യത്തെ AI സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആരാണ്? ആരായിരുന്നു? ഓപ്ഷൻ സി ആണ് ഡെവിൻ ആണ്. ഓപ്ഷൻ സി ഡെവിൻ ആണ്. ലോകത്തിലെ ആദ്യത്തെ AI സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആണ് ആര്? ഡെവിന്. 54 ഇന്ത്യയിലെ ആദ്യത്തെ AI സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആരാണ്? ഇന്ത്യയിലെ ആദ്യത്തെ AI സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ഓപ്ഷൻ സി ആണ് ദേവികയാണ്. ദേവിക. 55ാമത്തെ ചോദ്യം, ഹോക്കി ഇന്ത്യയുടെ വാർഷിക പുരസ്കാരത്തിൽ പ്ലെയർ ഓഫ് ദി ഇയർ ആയിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ്? ഹോക്കി ഇന്ത്യയുടെ വാർഷിക പുരസ്കാരത്തിൽ പ്ലെയർ ഓഫ് ദി ഇയർ ആയിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് ഓപ്ഷൻ ബി ആണ് ഹാർദിക് സിംഗ് ആണ്. ഹാർദിക് സിംഗ് ആണ്.
ഇനി മികച്ച ഗോൾ കീപ്പർ ആണെങ്കിൽ ആരാണ്? അത് PR ശ്രീജേഷ് ആണ്. കാര്യം ഓർത്ത് നോക്കണേ, PR ശ്രീജേഷ് ആണ്. പ്ലെയർ ഓഫ് ദി ഇയർ ആണെങ്കിൽ അത് ഹാർദിക് സിംഗും, ഗോൾ കീപ്പർ ആണെങ്കിൽ PR ശ്രീജേഷുമാണ്. ഇനി 56ാമത്തെ ചോദ്യം, 2024 ഫോർമുല 1 ചൈനീസ് ഗ്രാൻഡ് പ്രി കിരീടം നേടിയതാരാണ്? 2024 ഫോർമുല 1 ചൈനീസ് ഗ്രാൻഡ് പ്രി കിരീടം നേടിയതാരാണ്? ഓപ്ഷൻ ഡി ആണ്, മാക്സ് വെസ്തപ്പൻ ആണ്. മാക്സ് വെസ്തപ്പൻ ആണ്. 52ാമത്തെ ചോദ്യം, 2024 ഏപ്രിൽ മാസത്തിൽ ലക്ഷദ്വീപിൽ ആരംഭിച്ച തീര സംരക്ഷണ പരിശീലനം ഏതു പേരിൽ അറിയപ്പെടുന്നത്? 2024 ഏപ്രിൽ മാസത്തിൽ ലക്ഷദ്വീപിൽ ആരംഭിച്ച തീര സംരക്ഷണ പരിശീലനം ഏത് പേരിൽ അറിയപ്പെടുന്നത്? ഓപ്ഷൻ ബി ആണ്, സാഗർ കവച് ആണ്. ഓപ്ഷൻ ബി സാഗർ കവച് 1/24 എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. 58ാമത്തെ ചോദ്യം, IPL 4000 റൺസ് നേടുന്ന ആദ്യത്തെ മലയാളി താരമാരാ? IPL 4000 റൺസ് നേടുന്ന ആദ്യത്തെ മലയാളി താരം ഓപ്ഷൻ ഡി ആണ്, സഞ്ജു സാംസൺ ആണ്. ഓപ്ഷൻ ഡി സഞ്ജു സാംസൺ. 59 ഏറ്റവും വേഗത്തിൽ 100 കോടി കളക്ഷൻ നേടുന്ന മലയാള സിനിമ ഏതാ? ഏറ്റവും വേഗത്തിൽ 100 കോടി കളക്ഷൻ നേടിയ മലയാള സിനിമ ഏതാ? ഓപ്ഷൻ സി ആണ്, ആടുജീവിതം കേട്ടോ. ആടുജീവിതമാണ്. 60 കേരളത്തിൽ കെട്ടിട നികുതി ഭേദഗതി ബില്ല് 2023 പ്രകാരം വലിയ വീടുകൾക്കും കെട്ടിടങ്ങൾക്കും ഈടാക്കുന്ന ആഡംബര നികുതി, ഓർത്തുവെക്കുക, വലിയ കെട്ടിടങ്ങൾക്കും വീടുകൾക്കും ഏർപ്പാടാക്കുന്ന ആഡംബര നികുതി ഇനി മുതൽ ഏത് പേരിൽ അറിയപ്പെടുന്നതാണ്? ഏത് പേരില? ഓപ്ഷൻ എ ആണ്, അധിക നികുതി എന്ന പേരില കേട്ടോ. ആഡംബര നികുതി ഇനി മുതൽ അറിയപ്പെടാൻ പോകുന്ന ഏത് പേരില? അധിക നികുതി എന്ന പേരിലാണ്. 61ാമത്തെ ചോദ്യം, 2024 ഏപ്രിൽ മാസത്തിൽ പ്രസിദ്ധീകരിച്ച ഫിഫ റാങ്കിങ്ങിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ്? 2024 ഏപ്രിൽ മാസത്തിലെ കണക്ക് പ്രകാരമാണ്. 2024 ഏപ്രിൽ മാസത്തിലെ കണക്ക് പ്രകാരം ഇന്ത്യയുടെ ഫിഫ റാങ്കിങ്ങിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാ? ഓപ്ഷൻ ബി ആണ്, 121 ആണ്. 62 ഇന്റർനാഷണൽ മാരിടൈം ഓർഗനൈസേഷൻ നൽകുന്ന ISPS, അതായത് ഇന്റർനാഷണൽ ഷിപ്പിംഗ് ആൻഡ് പോർട്ട് സെക്യൂരിറ്റി കോഡ് അംഗീകാരം നേടിയ കേരളത്തിലെ തുറമുഖം ഏതാണ്? ഓപ്ഷൻ സി ആണ്, വിഴിഞ്ഞം തുറമുഖമാണ്. ഇന്റർനാഷണൽ മാരിടൈം ഓർഗനൈസേഷൻ നൽകുന്ന ISPS, ഇന്റർനാഷണൽ ഷിപ്പിംഗ് ആൻഡ് പോർട്ട് സെക്യൂരിറ്റി കോഡ് അംഗീകാരം നേടിയ കേരളത്തിലെ തുറമുഖമാണ് ഇത്, വിഴിഞ്ഞം തുറമുഖം. 63 ലോകബാങ്കിന്റെ സാമ്പത്തിക ഉപദേശക സമിതിയിൽ അംഗമായ ഇന്ത്യക്കാരനാരാണ്? ലോകബാങ്കിന്റെ സാമ്പത്തിക ഉപദേശക സമിതിയിൽ അംഗമായ ഇന്ത്യക്കാരൻ ആരാ? ഓപ്ഷൻ എ ആണ്, രാകേഷ് മോഹൻ ആണ്. ഓപ്ഷൻ എ രാകേഷ് മോഹൻ ആണ്. 64ാമത്തെ ചോദ്യം, 2024 മിയാമി ഓപ്പൺ ടെന്നീസ് ടൂർണമെന്റിൽ പുരുഷ ഡബിൾസ് കിരീടം നേടിയതാരാണ്? 2024 മിയാമി ഓപ്പൺ ടെന്നീസ് ടൂർണമെന്റിൽ പുരുഷ ഡബിൾസ് കിരീടം നേടിയവർ ആരൊക്കെയാണ്? രോഹൻ ബൊപ്പണ്ണയും മാത്യു എബ്ഡൻ ആട്ടോ. രോഹൻ ബൊപ്പണ്ണയും മാത്യു എബ്ഡനും. രോഹൻ ബൊപ്പണ്ണ ഇന്ത്യക്കാരനാണ്, മാത്യു എബ്ഡൻ ഓസ്ട്രേലിയക്കാരനുമാണ്. 65 ഏപ്രിൽ കഞ്ചാവിന്റെ ഉപയോഗം നിയമവിധേയമാക്കിക്കൊണ്ട് ഉത്തരവ് പുറപ്പെടുവിച്ച രാജ്യം ഏതാണ്? ഏപ്രിൽ കഞ്ചാവിന്റെ ഉപയോഗം നിയമവിധേയമാക്കിക്കൊണ്ട് ഉത്തരവ് പുറപ്പെടുവിച്ച രാജ്യം ഓപ്ഷൻ ഡി ആണ്, ജർമ്മനി ആട്ടോ. ജർമ്മനിയാണ്. 66 2024 ഏപ്രിൽ 1 20ാം വാർഷികം ആഘോഷിച്ച ഇമെയിൽ സർവീസ് ഏതാണ്? 2024 ഏപ്രിൽ 1 20ാം വാർഷികം ആഘോഷിച്ച ഇമെയിൽ സർവീസ് ഓപ്ഷൻ എ ആണ്, ഓപ്ഷൻ ഡി ആണ്, ജിമെയിൽ ആട്ടോ. ജിമെയിൽ ആണ്. ഗൂഗിളിന്റെ ജിമെയിൽ ആണ് 2024 ഏപ്രിൽ 1 20ാം വാർഷികം ആഘോഷിച്ചത്. 67ാമത്തെ ചോദ്യം, 2024 ഏപ്രിൽ മാസത്തിൽ അന്തരിച്ച ലോക പ്രശസ്ത ഭൗതിക ശാസ്ത്രജ്ഞൻ ആരാണ്? 2024 ഏപ്രിൽ മാസത്തിൽ അന്തരിച്ച ലോക പ്രശസ്ത ഭൗതിക ശാസ്ത്രജ്ഞൻ ആരാണ്? ഓപ്ഷൻ ബി ആണ്, പീറ്റർ ഹിഗ്സ് ആട്ടോ. പീറ്റർ ഹിഗ്സ് ആണ്. 68 ICCയുടെ അമ്പയർമാരുടെ എലൈറ്റ് പാനലിൽ ഉൾപ്പെട്ട മലയാളി ആരാണ്? ICCയുടെ അമ്പയർ എലൈറ്റ് പാനലിൽ ഉൾപ്പെട്ട മലയാളി ഓപ്ഷൻ ഡി ആണ്, നിതിൻ മേനോൻ ആണ്. ഓപ്ഷൻ ഡി, നിതിൻ മേനോന്. 69 ഇറാന്റെ സഹായത്തോടെ ശ്രീലങ്കയിൽ നിർമ്മിച്ച ജലവൈദ്യുത പദ്ധതി ഏതാണ്? ഇറാന്റെ സഹായത്തോടെ ശ്രീലങ്കയിൽ നിർമ്മിച്ച ജലവൈദ്യുത പദ്ധതി ഓപ്ഷൻ ഡി ആണ്, ഉമ ഓയ ജലവൈദ്യുത പദ്ധതി. ഓപ്ഷൻ ഡി, ഉമ ഓയ ജലവൈദ്യുത പദ്ധതി. ഇറാന്റെ സഹായത്തോടെ ശ്രീലങ്കയിൽ നിർമ്മിച്ച ജലവൈദ്യുത പദ്ധതിയാണ് ഇത്, ഉമ ഓയ ജലവൈദ്യുത പദ്ധതി. 70ാമത്തെ ചോദ്യം, സൈനിക ആവശ്യങ്ങൾക്കായിട്ട് ഏറ്റവും കൂടുതൽ പണം ചെലവഴിക്കുന്ന രാജ്യങ്ങളുടെ പട്ടികയിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ്?
സൈനിക ആവശ്യങ്ങൾക്കായിട്ട് ഏറ്റവും കൂടുതൽ പണം ചെലവഴിക്കുന്ന രാജ്യങ്ങളുടെ പട്ടികയിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ്? ഓപ്ഷൻ ഡി ആണ് 4ാം സ്ഥാനം കേട്ടോ, 4ാം സ്ഥാനമാണ്. 71ാമത്തെ ചോദ്യം, അലിഗഡ് മുസ്ലിം സർവകലാശാലയുടെ ആദ്യത്തെ വനിതാ ചാൻസലറായിട്ട് ചുമതലയേറ്റ വ്യക്തി ആരാണ്? അലിഗഡ് മുസ്ലിം സർവകലാശാലയുടെ ആദ്യത്തെ വനിതാ ചാൻസലറായിട്ട് ചുമതലയേറ്റതാരാണ്? ഓപ്ഷൻ സി ആണ് നൈമ ഖാത്തൂൻ ആണ്. ഓപ്ഷൻ സി നൈമ ഖാത്തൂന്. 72 കേരളത്തിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടന്ന ദിവസം ഏതാണ്? കേരളത്തിൽ ലോക്സഭാ ഇലക്ഷൻ നടന്ന ദിവസം എന്നാണ്? ഓപ്ഷൻ സി ആണ് 2024 ഏപ്രിൽ 26-നാണ്. 2024 ഏപ്രിൽ 26-ന്. 73 ഇന്ത്യയിൽ കടലിന് മേലെ നിർമ്മിക്കുന്ന ആദ്യത്തെ വെർട്ടിക്കൽ ലിഫ്റ്റ് പാലം ഏതാണ്? ഇന്ത്യയിൽ കടലിന് മേലെ നിർമ്മിക്കുന്ന ആദ്യത്തെ വെർട്ടിക്കൽ ലിഫ്റ്റ് പാലം ഏതാണ്? ഓപ്ഷൻ ബി ആണ് ന്യൂ പാമ്പൻ ബ്രിഡ്ജ് ആണ്. ഓപ്ഷൻ ബി ന്യൂ പാമ്പൻ ബ്രിഡ്ജ്. ഇന്ത്യയിൽ കടലിന് മേലെ നിർമ്മിക്കുന്ന ആദ്യത്തെ വെർട്ടിക്കൽ ലിഫ്റ്റ് പാലമാണ് ഇത്, ന്യൂ പാമ്പൻ ബ്രിഡ്ജ്. 74 സാഹിത്യ വിവർത്തനത്തിനുള്ള 2024 പെൻ അമേരിക്ക ഗ്രാൻഡ് ലഭിച്ച മലയാളി ആരാണ്? സാഹിത്യ വിവർത്തനത്തിനുള്ള 2024 പെൻ അമേരിക്ക ഗ്രാൻഡ് ലഭിച്ച മലയാളി. ഓപ്ഷൻ എ ആണ് വൃന്ദാവർമ്മയാണ്. ഓപ്ഷൻ എ വൃന്ദാവർമ്മ. 75ാമത്തെ ചോദ്യം, 2024 ഏപ്രിൽ ഇസ്രയേൽ നിരോധനം ഏർപ്പെടുത്തിയ ഖത്തർ അന്താരാഷ്ട്ര മാധ്യമം ഏതാണ്? 2024 ഏപ്രിൽ ഇസ്രയേൽ നിരോധനം ഏർപ്പെടുത്തിയ ഖത്തർ ഇന്റർനാഷണൽ മാധ്യമം ഏതാണ്? ഓപ്ഷൻ സി ആണ് അൽ ജസീറയാണ്, അൽ ജസീറ. 76 2024 ആർച്ചറി ലോകകപ്പിന് വേദിയാകുന്നത് എവിടെയാണ്? 2024 ആർച്ചറി ലോകകപ്പിന് വേദിയാകുന്നത് ചൈനയിലെ ഷാങ്ഹായി ആണ്. ഓപ്ഷൻ എ ഷാങ്ഹായി. 77 ഗഗൻയാൻ ദൗത്യവുമായി ബന്ധപ്പെട്ട് പുറത്തിറക്കിയ മൊബൈൽ ആപ്പ് ഏതാണ്? ഗഗൻയാൻ ദൗത്യവുമായി ബന്ധപ്പെട്ട് പുറത്തിറക്കിയ മൊബൈൽ ആപ്പ്. ഓപ്ഷൻ ബി ആണ് ശക്തി കേട്ടോ, ശക്തിയാണ്. ഗഗൻയാൻ ദൗത്യവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പുറത്തിറക്കിയ മൊബൈൽ ആപ്പാണ് ഇത്, ശക്തി. 78 2024 ഏപ്രിൽ മാസത്തിൽ സർവീസ് അവസാനിപ്പിച്ച ആകാശത്തിന്റെ രാജ്ഞി എന്നറിയപ്പെടുന്ന എയർ ഇന്ത്യയുടെ വിമാനം ഏതാണ്? 2024 ഏപ്രിൽ മാസത്തിൽ സർവീസ് അവസാനിപ്പിച്ച ആകാശത്തിന്റെ രാജ്ഞി എന്നറിയപ്പെടുന്ന എയർ ഇന്ത്യയുടെ വിമാനം. ഓപ്ഷൻ സി ആണ് ബോയിങ് 747 ആണ്, 747. ബോയിങ് 747. എന്താ പ്രത്യേകത? ആകാശത്തിന്റെ രാജ്ഞി എന്നറിയപ്പെടുന്ന എയർ ഇന്ത്യയുടെ വിമാനമാണ് ഇത്, ബോയിങ് 747. 79 സത്യജിത്ത് റേ ഫിലിം സൊസൈറ്റിയുടെ സത്യജിത്ത് റേ സാഹിത്യ പുരസ്കാരത്തിന് അർഹനായ മലയാളി ആരാണ്? സത്യജിത്ത് റേ ഫിലിം സൊസൈറ്റിയുടെ സത്യജിത്ത് റേ സാഹിത്യ പുരസ്കാരത്തിന് അർഹനായ മലയാളി. ഓപ്ഷൻ സി ആണ് പ്രഭാ വർമ്മയാണ്. ഓപ്ഷൻ സി പ്രഭാ വർമ്മ. 80 2024 ലോക പത്ര സ്വാതന്ത്ര്യ ദിന സമ്മേളനത്തിന് വേദിയായ രാജ്യം ഏതാണ്? 2024 ലോക പത്ര സ്വാതന്ത്ര്യ ദിന സമ്മേളനത്തിന് വേദിയായ രാജ്യം. ഓപ്ഷൻ എ ആണ് ചിലിയാണ് കേട്ടോ, ചിലിയാണ്. 81 ലോകത്തിൽ ആദ്യമായിട്ട് സ്കിൻ ക്യാൻസർ വാക്സിൻ പരീക്ഷിച്ച രാജ്യം ഏതാണ്? ലോകത്തിൽ ആദ്യമായി കൊണ്ട് സ്കിൻ ക്യാൻസർ വാക്സിൻ പരീക്ഷിച്ച രാജ്യം. ഓപ്ഷൻ ഡി ആണ് ബ്രിട്ടൻ ആണ്. ഓപ്ഷൻ ഡി ബ്രിട്ടൻ. 82 ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് ടീമിൽ ഇടം നേടിയിട്ട് അന്താരാഷ്ട്ര മത്സരം കളിച്ച രണ്ടാമത്തെ മലയാളി ആരാണ്? ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് ടീമിൽ ഇടം നേടിയിട്ട് അന്താരാഷ്ട്ര മത്സരം കളിച്ച രണ്ടാമത്തെ മലയാളിയാണ് ആര്? സജ്ന സജീവൻ. ഒന്നാമത്തതാണെങ്കിലോ അത് മിന്നുമണി. ഒന്നാമത്തത് മിന്നുമണിയാണ്, രണ്ടാമത്തതാണ് ആര്? സജ്ന സജീവൻ. 83ാമത്തെ ചോദ്യം, 2024 പത്ര സ്വാതന്ത്ര്യ സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ്? 2024 പത്ര സ്വാതന്ത്ര്യ സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം. ഓപ്ഷൻ എ ആണ് 159 ആണ് കേട്ടോ, 159. 84ാമത്തെ ചോദ്യം, കുടുംബശ്രീ അംഗങ്ങളുടെ കലാ സാംസ്കാരിക സാമൂഹ്യ ഉന്നമനത്തിന്റെ പൊതു ഇടമായിട്ട് ADSകളെ വികസിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിക്കുന്ന പദ്ധതി ഏതാണ്? കുടുംബശ്രീ അംഗങ്ങളുടെ കലാ സാംസ്കാരിക സാമൂഹിക ഉന്നമനത്തിന് പൊതു ഇടമായിട്ട് ADSകളെ വികസിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിക്കുന്ന പദ്ധതി. ഓപ്ഷൻ സി ആണ് എന്നിടമാണ്. ഓപ്ഷൻ സി എന്നിടമാണ്. 85 ഐക്യരാഷ്ട്ര സംഘടന ലോക ഫുട്ബോൾ ദിനമായിട്ട് ആചരിക്കാൻ തീരുമാനിച്ച ദിവസം ഏതാണ്? ഐക്യരാഷ്ട്ര സംഘടന ലോക ഫുട്ബോൾ ദിനമായിട്ട് ആചരിക്കാൻ തീരുമാനിച്ച ദിവസം ഏതാണ്?
ഓപ്ഷൻ ഡി ആണ് മെയ് 25 മെയ് 25. 86 ഇന്ത്യയിലെ യുണിസെഫ് അംബാസിഡറായിട്ട് നിയമിതനായ വ്യക്തി ആരാണ്? ഇന്ത്യയിലെ യുണിസെഫിന്റെ അംബാസിഡറായിട്ട് നിയമിതനായത് ഓപ്ഷൻ എ ആണ് കരീന കപൂർ ആണ്. 87 കപ്പലുകളെ തകർക്കുന്ന ടോർപിഡോകളെ കണ്ടെത്തി നിർവീര്യമാക്കാനായിട്ട് കെൽട്രോൺ നിർമ്മിച്ച പ്രതിരോധ സംവിധാനം ഏതാണ്? കപ്പലുകളെ തകർക്കുന്ന ടോർപിഡോകളെ കണ്ടെത്തി നിർവീര്യമാക്കാൻ കെൽട്രോൺ നിർമ്മിച്ച പ്രതിരോധ സംവിധാനം ഓപ്ഷൻ ബി ആണ് മാരിച്ച് ആട്ടോ. ഓപ്ഷൻ ബി മാരിച്ച് ആണ്. 88 ദി വിന്നേഴ്സ് മൈൻഡ് സെറ്റ് എന്ന പുസ്തകത്തിന്റെ രചയിതാവ് ആരാണ്? ദി വിന്നേഴ്സ് മൈൻഡ് സെറ്റ് എന്ന പുസ്തകത്തിന്റെ രചയിതാവ് ഓപ്ഷൻ ഡി ആണ് ഷെയ്ൻ വാട്സൺ ആണ്. ഷെയ്ൻ വാട്സൺ ആണ്. 89 2024 മെയ് മാസത്തിൽ ഏത് ലാറ്റിൻ അമേരിക്കൻ രാജ്യത്താണ് ശക്തമായ മഴയെ തുടർന്ന് നിരവധി നാശനഷ്ടങ്ങൾ ഇടയാക്കുകയും നിരവധി പേർക്ക് ജീവഹാനി സംഭവിക്കുകയും ചെയ്തത്? ഓപ്ഷൻ ഡി ആണ് ബ്രസീലിലാട്ടോ. ബ്രസീലിലാണ്. 90 2024 പത്മപ്രഭ പുരസ്കാരത്തിന് അർഹനായ സാഹിത്യകാരൻ ആരാണ്? 2024 പത്മപ്രഭ പുരസ്കാരത്തിന് അർഹനായ സാഹിത്യകാരൻ ഓപ്ഷൻ ബി ആണ് റഫീഖ് അഹമ്മദ് ആട്ടോ. ഓപ്ഷൻ ബി റഫീഖ് അഹമ്മദ്. 91ാമത്തെ ചോദ്യം, അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ ഇന്ത്യക്കായിട്ട് അരങ്ങേറുന്ന ഏറ്റവും പ്രായം കൂടിയ വനിതാ താരമാരാണ്? അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ ഇന്ത്യക്കായിട്ട് അരങ്ങേറുന്ന ഏറ്റവും പ്രായം കൂടിയ വനിതാ താരം ഓപ്ഷൻ എ ആണ് ആശാ ശോഭന കേട്ടോ. ഓപ്ഷൻ എ ആശാ ശോഭന. 92 പിക്സൽ എന്ന പേരിൽ ഇന്ത്യയിൽ ആദ്യമായിട്ട് വിർച്വൽ ക്രെഡിറ്റ് കാർഡ് പുറത്തിറക്കിയ ബാങ്ക് ഏതാണ്? പിക്സൽ എന്ന പേരിൽ ഇന്ത്യയിൽ ആദ്യമായിട്ട് വിർച്വൽ ക്രെഡിറ്റ് കാർഡ് പുറത്തിറക്കിയ ബാങ്ക് ഓപ്ഷൻ സി ആണ് HDFC ആട്ടോ. HDFC ആണ്. 93ാമത്തെ ചോദ്യം, 70 വയസ്സിന് മുകളിലുള്ളവരുടെ ക്രിക്കറ്റ് ലോകകപ്പിന്റെ ആദ്യത്തെ എഡിഷന് വേദിയാകുന്ന രാജ്യം ഏതാണ്? 70 വയസ്സിന് മുകളിലുള്ളവരുടെ ക്രിക്കറ്റ് ലോകകപ്പിന്റെ ആദ്യത്തെ എഡിഷന് വേദിയാകുന്ന രാജ്യമാണ് ഇംഗ്ലണ്ട് ആണ് കേട്ടോ. ഇംഗ്ലണ്ട് ആണ്. ഇംഗ്ലണ്ട്. ഓപ്ഷൻ ഡി ഇംഗ്ലണ്ട്. 2024 കാൻ ചലച്ചിത്രമേളയിൽ പിയർ ആന്റണോ പുരസ്കാരം ലഭിച്ച മലയാളി ഛായാഗ്രഹൻ ആരാണ്? പിയർ ആന്റണോ ആദരം. 2024 കാൻ ചലച്ചിത്രമേളയിൽ പിയർ ആന്റണോ ആദരം ലഭിച്ച മലയാളി ഛായാഗ്രഹൻ ആരാ? ഓപ്ഷൻ ഡി ആണ് സന്തോഷ് ശിവൻ ആണ്. സന്തോഷ് ശിവൻ. 95 അടുത്തിടെ 10 വർഷത്തേക്ക് ഇന്ത്യ നിയന്ത്രണം ഏറ്റെടുത്ത ഇറാനിലെ തുറമുഖം ഏതാണ്? അടുത്തിടെ 10 വർഷത്തേക്ക് ഇന്ത്യ നിയന്ത്രണം ഏറ്റെടുത്ത ഇറാനിലെ തുറമുഖം ഓപ്ഷൻ എ ആണ് ചബഹാൻ ഷാഹിദ് ബെഹസ്തി തുറമുഖമാണ്. ചാബഹാർ ഷാഹിദ് ബെഹസ്തി തുറമുഖം. ചാബഹാർ ഷാഹിദ് ബെഹസ്തി തുറമുഖം. 96 2024 വനിതാ 2020 ലോകകപ്പിന് വേദിയാകുന്ന രാജ്യം ഏതാണ്? 2024 നടക്കുന്ന വനിതാ 2020 ലോകകപ്പിന് വേദിയാകുന്ന രാജ്യം ഏതാണ്? ഓപ്ഷൻ എ ആണ് ഇംഗ്ലണ്ടിലാട്ടോ. ഇംഗ്ലണ്ടിലാണ്. 97 2024 നടന്ന 30ാമത് സുൽത്താൻ അസ്ലൻ ഷാ കപ്പ് ഹോക്കി ടൂർണമെന്റിൽ ജേതാക്കളായ രാജ്യം ഏതാണ്? 2024 നടന്ന 30ാമത് സുൽത്താൻ അസ്ലൻ ഷാ കപ്പ് ഹോക്കി ടൂർണമെന്റിൽ ജേതാക്കളായ രാജ്യം ഓപ്ഷൻ ബി ആണ് ജപ്പാൻ ആട്ടോ. ജപ്പാനാണ്. ഇവിടെ വേറെ കാര്യം കൂടെ ഓർത്തു നോക്കുക. സുൽത്താൻ അസ്ലൻ ഷാ കപ്പ് ഏത് വിനോദവുമായി ബന്ധപ്പെട്ടതാണെന്ന് വെച്ചാൽ ഏതാ? ഹോക്കിയുമായി ബന്ധപ്പെട്ടതാണെന്ന കാര്യം കൂടി ഓർത്തു നോക്കാം. 98 ലോകത്തിലെ ആദ്യത്തെ AI നയതന്ത്രജ്ഞ ആരാണ്? ലോകത്തിലെ ആദ്യത്തെ AI നയതന്ത്രജ്ഞ ഓപ്ഷൻ എ ആണ് വിക്ടോറിയ ഷീ ആണ്. ഓപ്ഷൻ എ വിക്ടോറിയ ഷീ. 99 വിമാനയാത്രയ്ക്കിടയിൽ കേസിന്റെ വിധി പ്രഖ്യാപിച്ച ഇന്ത്യയിലെ ആദ്യത്തെ ചീഫ് ജസ്റ്റിസ് ആരാണ്? വിമാനയാത്രയ്ക്കിടയിൽ കേസിന്റെ വിധി പ്രഖ്യാപിച്ച ഇന്ത്യയിലെ ആദ്യത്തെ ചീഫ് ജസ്റ്റിസ് ആരാ? DY ചന്ദ്രചൂഡ് ആണ് അല്ലെ. ഓപ്ഷൻ ബി ആണ് DY ചന്ദ്രചൂഡ്. 100ാമത്തെ ചോദ്യം, ഏത് നവോത്ഥാന നായകന്റെ സമാധിയുടെ ശതാബ്ദിയാണ് മഹാഗുരുവർഷം 2024 മഹാഗുരുവർഷം 2024 എന്ന പേരിൽ ആചരിക്കുന്നത്? ഏത് നവോത്ഥാന നായകന്റെ സമാധിയുടെ ശതാബ്ദിയാണ് മഹാഗുരുവർഷം 2024 എന്ന പേരിൽ ആചരിക്കുന്നത്? ഓപ്ഷൻ സി ആണ് ചട്ടമ്പി സ്വാമികളുടേതാണ്. ചട്ടമ്പി സ്വാമികളുടേതാണ്. 101ാമത്തെ ചോദ്യം, 2024 ദേശാഭിമാനി സമഗ്ര സംഭാവന പുരസ്കാരത്തിന് അർഹനായ സാഹിത്യകാരൻ ആരാണ്? 2024 ദേശാഭിമാനി സമഗ്ര സംഭാവന പുരസ്കാരത്തിന് അർഹനായ സാഹിത്യകാരൻ ഓപ്ഷൻ എ ആണ് M മുകുന്ദൻ ആട്ടോ. M മുകുന്ദനാണ്. 102 2024 മെയ് മാസത്തിൽ നിരവധി ആളുകളുടെ മരണത്തിനിടയാക്കിയ ശക്തമായ മണ്ണിടിച്ചിലുണ്ടായ ദ്വീപ് രാഷ്ട്രം ഏതാണ്?
ഓപ്ഷൻ എ ആണ് പപ്പുവ ന്യൂഗിനിയ കേട്ടോ. ഓപ്ഷൻ എ പപ്പുവ ന്യൂഗിനിയ. 103ാമത്തെ ചോദ്യം, ജോർദാനിൽ നടന്ന ഏഷ്യ പസഫിക് കോപ്പറേറ്റീവ് മിനിസ്റ്റേഴ്സ് കോൺഫറൻസിൽ ഇന്ത്യയെ പ്രതിനിധീകരിച്ച് പങ്കെടുത്ത കേരളത്തിലെ മന്ത്രി ആരാണ്? ജോർദാനിൽ നടന്ന ഏഷ്യ പസഫിക് കോപ്പറേറ്റീവ് മിനിസ്റ്റേഴ്സ് കോൺഫറൻസിൽ ഇന്ത്യയെ പ്രതിനിധീകരിച്ച് പങ്കെടുത്ത കേരളത്തിലെ മന്ത്രി. ഓപ്ഷൻ ഡി ആണ് വി എൻ വാസവനാണ്. വി എൻ വാസവനാണ്. 104 2024 നടന്ന 17ാമത് ഇന്ത്യൻ പ്രീമിയർ ലീഗ് സീസണിൽ ജേതാക്കളായതാരാണ്? 2024 IPL വിജയി ആരാണ്? ഏത് ടീമായിരുന്നു IPL വിജയിച്ചത്? നമുക്കറിയാം കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ആണ് അല്ലെ. ഓപ്ഷൻ ബി ആണ് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ്. 105 അടുത്തിടെ സർക്കാർ വകുപ്പുകളിൽ സർക്കാർ വകുപ്പുകളിലേക്കുള്ള കരാർ നിയമനങ്ങളിൽ 33% സംവരണം കൊണ്ടുവന്ന സംസ്ഥാനം ഏതാണ്? അടുത്തിടെ സർക്കാർ വകുപ്പുകളിലെ കരാർ നിയമനങ്ങളിൽ 33% സംവരണം ഏർപ്പെടുത്തിയ സംസ്ഥാനം നമ്മുടെ അയൽ സംസ്ഥാനമായിട്ടുള്ള കർണാടകയാണ്. 106ാമത്തെ ചോദ്യം, 2024 മെയ് മാസത്തിൽ അന്റാർട്ടിക്ക ട്രീറ്റി കൺസൾട്ടേറ്റീവ് മീറ്റിംഗിന് വേദിയായത് എവിടെയാണ്? അതായത് അന്റാർട്ടിക്ക ഉടമ്പടി സമ്മേളനത്തിന് വേദിയായത് എവിടെയാണ്? ഓപ്ഷൻ ബി ആണ് കൊച്ചിയിലാണ് കേട്ടോ. കൊച്ചിയിൽ വെച്ചാണ്. 107 2024 സംസ്ഥാന യൂത്ത് അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ ഓവറോൾ ചാമ്പ്യന്മാരായത് ആരാണ്? 2024 സംസ്ഥാന യൂത്ത് അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ ഓവറോൾ ചാമ്പ്യന്മാരായ ജില്ല ഏതാണ്? ഓപ്ഷൻ ഡി ആണ് പാലക്കാടാണ് കേട്ടോ. ഓപ്ഷൻ ഡി പാലക്കാട്. 108 ലോക സാമ്പത്തിക ഫോറം പുറത്തുവിട്ട ട്രാവൽ ആൻഡ് ടൂറിസം ഡെവലപ്മെന്റ് ഇൻഡെക്സ് 2024 ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ്? ലോക സാമ്പത്തിക ഫോറം പുറത്തുവിട്ട ട്രാവൽ ആൻഡ് ടൂറിസം ഡെവലപ്മെന്റ് ഇൻഡെക്സ് 2024 ഇന്ത്യയുടെ സ്ഥാനം. ഓപ്ഷൻ ബി ആണ് 39ാമതാണ് കേട്ടോ. 39. 109ാമത്തെ ചോദ്യം, ഫോബ്സ് പുറത്തിറക്കിയ മികച്ച ബാങ്കുകളുടെ പട്ടികയിൽ ഇന്ത്യയിലെ 18ാമത്തെ ബാങ്കായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട കേരളത്തിൽ നിന്നുള്ള ബാങ്ക് ഏതാണ്? ഫോബ്സ് പുറത്തിറക്കിയ മികച്ച ബാങ്കുകളുടെ പട്ടികയിൽ ഇന്ത്യയിൽ നിന്ന് 18ാമതായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട കേരളത്തിൽ നിന്നുള്ള ബാങ്ക് ഏതാ? ഓപ്ഷൻ ബി ആണ് കേരള ഗ്രാമീൺ ബാങ്ക് ആണ്. കേരള ഗ്രാമീൺ ബാങ്ക്. 110 2024 ജൂൺ മാസത്തിൽ ഉക്രൈൻ സമാധാന ഉച്ചകോടിക്ക് വേദിയാകുന്നത് എവിടെയാണ്? 2024 ജൂൺ മാസത്തിൽ ഉക്രൈൻ സമാധാന ഉച്ചകോടിക്ക് വേദിയായത് എവിടെയായിരുന്നു? ഓപ്ഷൻ ഡി ആണ് സ്വിറ്റ്സർലാൻഡ് ആണ്. ഓപ്ഷൻ ഡി സ്വിറ്റ്സർലാൻഡ്. 111 സംസ്ഥാനത്തെ ദേശീയ പാതകളിലെ പുതുക്കിയ വേഗതാ പരിധി എത്രയാണ്? സംസ്ഥാനത്തെ ദേശീയ പാതകളിലെ പുതുക്കിയ വേഗതാ പരിധി. ഓപ്ഷൻ ബി ആണ് മണിക്കൂറിൽ 100 കിലോമീറ്റർ ആണ്. മണിക്കൂറിൽ 100 കിലോമീറ്റർ. 112 2024 FA കപ്പ് ഫുട്ബോൾ കിരീടം നേടിയ ടീം ഏതാണ്? 2024 FA കപ്പ് ഫുട്ബോൾ കിരീടം നേടിയ ടീം ഏതാ? ഓപ്ഷൻ എ ആണ് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ആണ്. 2024 മെയ് 15 പൗരത്വ നിയമ ഭേദഗതി പ്രകാരം ആദ്യമായിട്ട് എത്ര പേർക്കാണ് പൗരത്വം നൽകിയത്? 2024 മെയ് 15 പൗരത്വ നിയമ ഭേദഗതി പ്രകാരം ആദ്യമായിട്ട് എത്ര പേർക്കാണ് പൗരത്വം നൽകിയത്? ഓപ്ഷൻ സി ആണ് 14 പേർക്കാട്ടോ. ആദ്യമായിട്ട് പൗരത്വം കൊടുത്ത എത്ര പേർക്കാ? 14 പേർക്കാണ്. ഇനി 2023 ഏറ്റവും കൂടുതൽ വരുമാനം ലഭിച്ച കായിക താരം ആരാണ്? 2023 ഏറ്റവും കൂടുതൽ വരുമാനം ലഭിച്ച കായിക താരം ആരാ? ക്രിസ്ത്യാനോ റൊണാൾഡോയാണ്. 115ാമത്തെ ചോദ്യം, 2025 ബാഡ്മിന്റൺ ജൂനിയർ ലോക ചാമ്പ്യൻഷിപ്പിന് വേദിയാകുന്ന രാജ്യം ഏതാണ്? 2025 നടക്കാൻ പോകുന്ന ബാഡ്മിന്റൺ ജൂനിയർ ലോക ചാമ്പ്യൻഷിപ്പിന് വേദിയാകുന്ന രാജ്യം. ഓപ്ഷൻ ബി ഇന്ത്യയിലാണ്. 116ാമത്തെ ചോദ്യം, അവസാനത്തെ ചോദ്യമാണ്. 2024 നടന്ന ഇന്ത്യൻ സൂപ്പർ ലീഗിന്റെ 10ാം സീസണിൽ ജേതാക്കളായ ടീം ഏതാണ്? 2024 നടന്ന ഇന്ത്യൻ സൂപ്പർ ലീഗ് ഫുട്ബോളിന്റെ 10ാം സീസണിൽ ജേതാക്കളായ ടീം ഏതാണ്? ഓപ്ഷൻ ബി ആണ് മുംബൈ സിറ്റി FC ആണ്. ഓപ്ഷൻ ബി മുംബൈ സിറ്റി FC ആണ്.